അപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് ന്യൂക്ലിയർ പ്രോപ്പർട്ടീസിനെ കുറിച്ചാണ്. അപ്പോൾ ന്യൂക്ലിയർ പ്രോപ്പർട്ടീസ് എന്ന് പറയുമ്പോൾ ഏതാണ്? ന്യൂക്ലിയർ സൈസ് ഉണ്ട്, ന്യൂക്ലിയർ ചാർജ്, ന്യൂക്ലിയർ മാസ്, ന്യൂക്ലിയർ ഡെൻസിറ്റി, ബൈൻഡിങ് എനർജി, അതുപോലെ അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അവസാനമായിട്ട് നമ്മൾ പഠിച്ചത് ന്യൂക്ലിയർ സ്റ്റെബിലിറ്റിയാണ്. ന്യൂക്ലിയർ സ്റ്റെബിലിറ്റിയിൽ ന്യൂക്ലിയസിലുള്ള നമ്പർ ഓഫ് പ്രോട്ടോൺസിൻ്റെ അതുപോലെ നമ്പർ ഓഫ് ന്യൂട്രോൺസിൻ്റെ എണ്ണം വെച്ച് നമ്മൾ സ്റ്റെബിലിറ്റി പറയുന്ന കാര്യം. അതായത് ഈവൻ ന്യൂക്ലിയസ്, അതായത് പ്രോട്ടോൺസിൻ്റെയും ന്യൂട്രോൺസിൻ്റെയും നമ്പേഴ്സ് ഈവനായിട്ട് വരുന്ന ന്യൂക്ലിയസാണ്. അങ്ങനെയുള്ള സ്റ്റേബിൾ ന്യൂക്ലിയസിൻ്റെ എണ്ണമാണ് കൂടുതൽ. അതുപോലെ ഓഡ് ഈവൻ, അതുപോലെ ഈവൻ ഓഡ് കോമ്പിനേഷൻ വരുമ്പോൾ നമ്പർ ഓഫ് സ്റ്റേബിൾ ന്യൂക്ലിയസിൻ്റെ എണ്ണം 56, 52 റേഞ്ചിലൊക്കെ വരും. അതുപോലെ ഓടാണെങ്കിൽ വളരെ കുറച്ച് നമ്പർ ഓഫ് സ്റ്റേബിൾ ന്യൂക്ലിയസേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്നത്. ഇനി അടുത്ത് പഠിക്കാനുള്ളത് തിയറീസ് ഓഫ് ന്യൂക്ലിയർ കോമ്പോസിഷൻ. ന്യൂക്ലിയർ കോമ്പോസിഷനെ കുറിച്ച് ഉള്ള 2 തിയറീസ്. അതിൽ ഒന്ന് നമ്മൾ നേരത്തെ പഠിച്ചതാണ്, എന്താണ്? പ്രോട്ടോൺ ഇലക്ട്രോൺ ഹൈപ്പോത്തിസിസ്. അതുപോലെ തന്നെ വേറൊന്നാണ് പ്രോട്ടോൺ ന്യൂട്രോൺ ഹൈപ്പോത്തിസിസ്. അപ്പോൾ ഇത് രണ്ടുമാണ് പ്രോമിനൻ്റ് ആയിട്ടുള്ള ന്യൂക്ലിയർ കോമ്പോസിഷനെ കുറിച്ചുള്ള 2 തിയറീസ്. അപ്പോൾ അതിൽ പ്രോട്ടോൺ ഇലക്ട്രോൺ ഹൈപ്പോത്തിസിസ് എന്താണെന്ന് നമ്മൾ ഈ യൂണിറ്റ് തുടങ്ങിയ സമയത്ത് പഠിച്ചായിരുന്നു. അതായത് ന്യൂട്രോൺസിൻ്റെ ഡിസ്കവറിക്ക് മുമ്പാണ് പ്രോട്ടോൺ ഇലക്ട്രോൺ ഹൈപ്പോത്തിസിസ് കൊണ്ടുവന്നത്. അതായത് ന്യൂട്രോണിനെ അതുവരെ കണ്ടുപിടിച്ചിട്ടില്ലായിരുന്നു. ആ സമയത്ത് ഉള്ള ഹൈപ്പോത്തിസിസാണ് ന്യൂക്ലിയർ കോമ്പോസിഷനെ കുറിച്ചുള്ള ഹൈപ്പോത്തിസിസാണ് പ്രോട്ടോൺ ഇലക്ട്രോൺ ഹൈപ്പോത്തിസിസ്. അപ്പോൾ ഈ ഹൈപ്പോത്തിസിസിന് പ്രകാരം പറയുന്നത്, നമ്മളൊരു ന്യൂക്ലിയസ് എടുക്കുന്നു, അല്ലെങ്കിൽ ഒരു ആറ്റം എടുക്കുന്നു. ആ ആറ്റത്തിൻ്റെ മാസ് നമ്പർ എയും അറ്റോമിക് നമ്പർ ഇസഡും ആയിട്ടുള്ള ആ ഒരു ആറ്റത്തിൻ്റെ കോമ്പോസിഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ, അക്കോർഡിംഗ് ടു പ്രോട്ടോൺ ഇലക്ട്രോൺ ഹൈപ്പോത്തിസിസ്, ആറ്റം ഹാസ് എത്ര? എ നമ്പർ ഓഫ് പ്രോട്ടോൺസ് ആൻഡ് എ മൈനസ് ഇസഡ് നമ്പർ ഓഫ് ഇലക്ട്രോൺസ്. അപ്പോൾ അങ്ങനെ എ മാസ് നമ്പറും ഇസഡ് അറ്റോമിക് നമ്പറും ഉള്ള ഒരു ആറ്റം, അല്ലെങ്കിൽ ആ ഒരു ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിനകത്ത് ഉള്ള നമ്പർ ഓഫ് പ്രോട്ടോൺസിൻ്റെ എണ്ണം എന്ന് പറയുന്നത് അതിൻ്റെ മാസ് നമ്പറിന് ഈക്വൽ ആയിരിക്കും. അതായത് എ നമ്പർ ഓഫ് പ്രോട്ടോൺസ് കാണും, അതുപോലെ തന്നെ എത്ര കാണും? എ മൈനസ് ഇസഡ് നമ്പർ ഓഫ് ഇലക്ട്രോൺസും ആണ് ആ ആറ്റത്തിനകത്ത് ഉള്ളത് എന്നാണ് പ്രോട്ടോൺ ഇലക്ട്രോൺ ഹൈപ്പോത്തിസിസ് പറയുന്നത്. അങ്ങനെ വരുമ്പോൾ നമ്മളൊരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ, അതായത് സോഡിയം 11 അറ്റോമിക് നമ്പറും 23 മാസ് നമ്പറും ഉള്ള സോഡിയത്തിൻ്റെ കേസിൽ ആ സോഡിയം ന്യൂക്ലിയസിനകത്ത് എത്ര പ്രോട്ടോൺസ് ഉണ്ട്? 23 പ്രോട്ടോൺസും അതുപോലെ തന്നെ നമ്പർ ഓഫ് ഇലക്ട്രോൺസിൻ്റെ എണ്ണം എന്ന് പറയുന്നത് 23 മൈനസ് 11, അതായത് എ മൈനസ് ഇസഡ് നമ്പർ ഓഫ് ഇലക്ട്രോൺസാണ്. അപ്പോൾ 12 ഇലക്ട്രോൺസുമാണുള്ളത്. അപ്പോൾ സോഡിയത്തിനകത്ത് പ്രോട്ടോൺ ഇലക്ട്രോൺ ഹൈപ്പോത്തിസിസ് പ്രകാരം ഉള്ളത് 23 നമ്പർ ഓഫ് പ്രോട്ടോൺസും 12 നമ്പർ ഓഫ് ഇലക്ട്രോൺസുമാണ് ഉള്ളത്. അങ്ങനെ വരുമ്പോൾ എന്താണ്? ന്യൂക്ലിയർ മാസ് എന്ന് പറയുന്നത് ഈക്വൽ ടു നമ്പർ ഓഫ് മാസ് ഓഫ് പ്രോട്ടോൺസ്, അല്ലേ? പ്രോട്ടോൺസിൻ്റെ മാസിന് ഈക്വൽ ആയിരിക്കും ന്യൂക്ലിയസിൻ്റെ മാസ്, കാരണം ഇലക്ട്രോൺസിന് മാസില്ല. അതുപോലെ തന്നെ ന്യൂക്ലിയർ ചാർജ് എന്ന് പറയുന്നത് 23 പ്രോട്ടോൺസിന് എത്ര ചാർജുണ്ട്? 23 ഈ ചാർജുമുണ്ട്. അതുപോലെ തന്നെ 12 ഇലക്ട്രോൺസിന് 12 ഈ നെഗറ്റീവ് ചാർജുമാണുള്ളത്. അപ്പോൾ ടോട്ടൽ ചാർജ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 23 മൈനസ് 12, അതായത് 11 ഈ ആയിരിക്കും അതിൻ്റെ ന്യൂക്ലിയസിൻ്റെ ചാർജ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് പ്രോട്ടോൺ ഇലക്ട്രോൺ ഹൈപ്പോത്തിസിസ് പറയുന്നത്. എന്നാൽ ഇങ്ങനെ പ്രോട്ടോൺ ഇലക്ട്രോൺ ഹൈപ്പോത്തിസിസ് കൊണ്ടുവന്നെങ്കിലും എന്താണ്? അതിന് ആ ഒരു തിയറി പിന്നീട് തെറ്റാണെന്ന് തെളിയിച്ചു. അപ്പോൾ പ്രോട്ടോൺ ഇലക്ട്രോൺ തിയറിയിൽ ഇലക്ട്രോൺ ന്യൂക്ലിയസിനകത്തുണ്ട് എന്ന് പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താണ്? ബീറ്റാ ഡീക്കേ ആണ്, അല്ലേ? ബീറ്റാ ഡീക്കേ സമയത്ത് ന്യൂക്ലിയസിനകത്തു നിന്ന് ഇലക്ട്രോൺസ് വരുന്നു. അതുകൊണ്ടാണ് ന്യൂക്ലിയസിനകത്ത് ഇലക്ട്രോൺ ഉണ്ട് എന്നുള്ള രീതിയിൽ പ്രോട്ടോൺ ഇലക്ട്രോൺ ഹൈപ്പോത്തിസിസ് വന്നത്. എന്നാൽ ഈ ഒരു തിയറി തെറ്റാണെന്ന് പിന്നീട് നമുക്ക് മനസ്സിലാവും. കാരണം എന്താണ്?
പല പല കാരണങ്ങൾ കൊണ്ട് പ്രോട്ടോൺ ഇലക്ട്രോൺ ഹൈപ്പോത്തിസിസ് തെറ്റാണെന്ന് വന്നു. അതിൽ ഒന്നാമത്തെ കാരണം ന്യൂക്ലിയർ സൈസ് തന്നെയാണ്. നമ്മൾ ക്വാണ്ടം മെക്കാനിക്സിലൊക്കെ പഠിച്ചിട്ടുണ്ട്, എന്താണ്, ഇലക്ട്രോൺസ് ന്യൂക്ലിയസിനകത്ത് ഇരിക്കത്തില്ല. അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ വെച്ച് നമ്മൾ പ്രൂവ് ചെയ്തു, എന്താണ്, ഇലക്ട്രോൺസ് ന്യൂക്ലിയസിനകത്ത് ഇരിക്കത്തില്ല. അപ്പോൾ അതിൻ്റെ പ്രധാന കാരണം ന്യൂക്ലിയർ സൈസാണ്. അപ്പോൾ അത് ന്യൂക്ലിയർ സൈസ് വെച്ച് എന്താണ് വൈ ഇലക്ട്രോൺ കനോട്ട് എക്സിസ്റ്റ് ഇൻ ന്യൂക്ലിയസ് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നു നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കറിയാം ന്യൂക്ലിയർ സൈസ് എന്ന് പറയുന്നത്, ന്യൂക്ലിയർ സൈസിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് 10⁻⁻14, അതായത് സെവറൽ ഫെംറ്റോമീറ്റർ മാത്രമേ ന്യൂക്ലിയസിന് സൈസ് ഉള്ളൂ. അതായത് 10⁻⁻14 മുതൽ 10⁻⁻15 മീറ്റർ വരെയാണ് ഒരു ന്യൂക്ലിയസിൻ്റെ, ഒരു ആവറേജ് ന്യൂക്ലിയസിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ സൈസുള്ള ഒരു ന്യൂക്ലിയസിനകത്ത് ഇലക്ട്രോൺ ഇരിക്കണമെങ്കിൽ ആ ഇലക്ട്രോണിൻ്റെ അൺസർട്ടനിറ്റി ഇൻ പൊസിഷൻ എന്തായിരിക്കും? ഈസ് ഓഫ് ദി ഓർഡർ ഓഫ് ന്യൂക്ലിയർ റേഡിയസ്, അല്ലേ? അപ്പോൾ അൺസർട്ടനിറ്റി ഇൻ പൊസിഷൻ ഓഫ് ഇലക്ട്രോൺ Δx എന്ന് പറയുന്നത്, നമുക്ക് സപ്പോസ് ആ ന്യൂക്ലിയസിൻ്റെ റേഡിയസ് 10⁻⁻14 മീറ്റർ ആണെങ്കിൽ അതിൻ്റെ അൺസർട്ടനിറ്റി ഇൻ പൊസിഷൻ നമുക്ക് Δx 10⁻⁻14 എന്നെടുക്കാം. അപ്പോൾ 10⁻⁻14 ആണ് ന്യൂക്ലിയസിനകത്തിരിക്കുന്ന ഇലക്ട്രോണിൻ്റെ അൺസർട്ടനിറ്റി ഇൻ പൊസിഷൻ. ഇനി നമ്മൾ ഹൈസൻബർഗിൻ്റെ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ വെച്ച് നമുക്ക് അൺസർട്ടനിറ്റി ഇൻ മൊമെൻറ്റം കണ്ടുപിടിക്കാം. അൺസർട്ടനിറ്റി ഇൻ മൊമെൻറ്റം Δp എന്ന് പറയുന്നത് എന്താണ്? h/2π ഇൻറ്റു Δx, അതായത് Δp Δx h കട്ട് എന്നാണ് അൺസർട്ടനിറ്റി റിലേഷൻ പറയുന്നത്. അപ്പോൾ അൺസർട്ടനിറ്റി ഇൻ പൊസിഷൻ അറിയാമെങ്കിൽ അൺസർട്ടനിറ്റി ഇൻ മൊമെൻറ്റം Δp എന്ന് പറയുന്നത് h കട്ട് ഡിവൈഡഡ് ബൈ Δx ആണ്. അപ്പോൾ അതിൻ്റെ വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം h/2πയുടെ വാല്യൂ 1.054 ഇൻറ്റു 10⁻⁻34 ആണ്. ദെൻ Δxൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ന്യൂക്ലിയർ റേഡിയസ് തന്നെയാണ്, അല്ലെങ്കിൽ ന്യൂക്ലിയർ ഡയമീറ്റർ നമ്മൾ എടുത്തത് 10⁻⁻14 മീറ്റർ എന്നാണ്. അപ്പോൾ അതിൻ്റെ വാല്യൂ അൺസർട്ടനിറ്റി ഇൻ പൊസിഷൻ എന്ന് പറയുന്നത് 1.1 ഇൻറ്റു 10⁻⁻20 കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡാണ്. ഇതിൻ്റെ ആ ഒരു ന്യൂക്ലിയസിനകത്ത് ഇരിക്കുന്ന ഇലക്ട്രോണിൻ്റെ അൺസർട്ടനിറ്റി ഇൻ മൊമെൻറ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഈ അൺസർട്ടനിറ്റി ഇൻ മൊമെൻറ്റം തന്നെയാണ് ആ ഇലക്ട്രോണിൻ്റെ മൊമെൻറ്റം. അപ്പം നമ്മൾ അപ്രോക്സിമേറ്റ് വാല്യൂ ഓഫ് മൊമെൻറ്റം ഓഫ് ഇലക്ട്രോൺ ഇൻസൈഡ് ദി ന്യൂക്ലിയസ് നമുക്ക് എങ്ങനെ എടുക്കാം? 1.1 ഇൻറ്റു 10⁻⁻20 കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് എന്ന് എടുക്കാം. അപ്പോൾ അങ്ങനെ ഇത്രയും മൊമെൻറ്റം ഉള്ള ഇലക്ട്രോണാണ് ആ ന്യൂക്ലിയസിനകത്തിരിക്കുന്നതെങ്കിൽ നമുക്കറിയാം ഇലക്ട്രോണിൻ്റെ റെസ്റ്റ് എനർജി എന്ന് പറയുന്നത് m0c². അതിനേക്കാൾ കൂടുതലായിരിക്കും അല്ലെങ്കിൽ റെസ്റ്റ് മാസ് എന്ന് പറയുന്നത് റെസ്റ്റ് എനർജി എന്ന് പറയുന്നത് m0c² ആയിരിക്കും. അപ്പോൾ ആ ഒരു റെസ്റ്റ് എനർജിയേക്കാൾ കൂടുതലായിരിക്കും ഈ മൊമെൻറ്റം ഉള്ള ഇലക്ട്രോണിൻ്റെ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് കൈനറ്റിക് എനർജി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. അതായത് PC എന്ന് നമ്മൾ റിലേറ്റിവിസ്റ്റിക് എക്സ്പ്രഷൻ വെച്ചപ്പം അതിൻ്റെ വെലോസിറ്റി ലൈറ്റിൻ്റെ വെലോസിറ്റിയോട് അടുക്കുകയാണെങ്കിൽ നമുക്ക് റിലേറ്റിവിസ്റ്റിക് ഫോർമുല വെച്ച് കൈനറ്റിക് എനർജി ഓഫ് ഇലക്ട്രോൺ ഇൻസൈഡ് ദി ന്യൂക്ലിയസ് നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? PC മൊമെൻറ്റത്തിനെ ലൈറ്റിൻ്റെ വെലോസിറ്റി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ അതായിരിക്കും ആ ഒരു ഇലക്ട്രോണിൻ്റെ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത്. അപ്പോൾ കൈനറ്റിക് എനർജി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ മൊമെൻറ്റത്തിൻ്റെ വാല്യൂ അറിയാം, സിയുടെ വാല്യൂ അറിയാം. അപ്പോൾ PC എന്ന് പറയുന്ന ഇക്വേഷനിൽ ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് കൈനറ്റിക് എനർജി കിട്ടുന്നത് 3.3 ഇൻറ്റു 10⁻⁻12 ജൂളാണ്. അതായത് നമ്മൾ ഇലക്ട്രോൺ വോൾട്ടിൽ പറയുകയാണെങ്കിൽ 20.63 മെഗാ ഇലക്ട്രോൺ വോൾട്ടാണ്. അങ്ങനെ ഒരു ന്യൂക്ലിയസിനകത്തിരിക്കുന്ന ഇലക്ട്രോണിൻ്റെ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത്. അപ്പം ന്യൂക്ലിയസിനകത്തിരിക്കുന്ന ഇലക്ട്രോണിൻ്റെ കൈനറ്റിക് എനർജി 20 ഓഫ് ദി ഓർഡർ ഓഫ് 20 മെഗാ ഇലക്ട്രോൺ വോൾട്ടാണ്. പക്ഷേ നമുക്ക് ബീറ്റാ ഡികെ സമയത്ത് വരുന്ന ഇലക്ട്രോണിൻ്റെ എനർജി അത്രയൊന്നുമില്ല. 2 മുതൽ 3 മെഗാ ഇലക്ട്രോൺ വോൾട്ട് വരെയുള്ള എനർജി ഉള്ള ഇലക്ട്രോണാണ് അല്ലെങ്കിൽ ബീറ്റാ പാർട്ടിക്കിൾസ് ആണ് ബീറ്റാ ഡികെ സമയത്ത് ന്യൂക്ലിയസിൽ നിന്ന് വരുന്നത്. അപ്പോൾ ന്യൂക്ലിയസിനകത്തിരുന്ന ഇലക്ട്രോണാണ് ബീറ്റാ ഡികെ സമയത്ത് വന്നിരുന്നതെങ്കിൽ അതിൻ്റെ എനർജി എന്തായാലും 20 മെഗാ ഇലക്ട്രോൺ വോൾട്ട് ആയിരിക്കും. പക്ഷേ ബീറ്റാ ഡികെ സമയത്ത് വന്ന ഇലക്ട്രോൺ അല്ലെങ്കിൽ ബീറ്റാ പാർട്ടിക്കിളിൻ്റെ എനർജി എന്ന് 20 മെഗാ ഇലക്ട്രോൺ വോൾട്ടാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം ന്യൂക്ലിയസിനകത്ത്
ഇരിക്കുന്ന ഇലക്ട്രോൺ അല്ല ബീറ്റാ ഡിക്കെ സമയത്ത് വരുന്നത്, വേറെ എന്തൊക്കെയോ പ്രോസസ്സ് വഴി ആണ്. നമ്മൾ പിന്നീട് പഠിച്ചതാണ് എങ്ങനെയാണ് ബീറ്റാ ഡിക്കെ നടക്കുന്നതെന്നൊക്കെ. അപ്പോൾ വേറെ എന്തൊക്കെയോ പ്രോസസ്സ് വഴി ന്യൂക്ലിയസിനകത്തു നിന്ന് വരുന്ന ഇലക്ട്രോണാണ്, അല്ലാതെ ഓൾറെഡി ന്യൂക്ലിയസിനകത്തുള്ള ഇലക്ട്രോൺ അല്ല ബീറ്റാ ഡിക്കെ സമയത്ത് വരുന്നതെന്ന് പിന്നീട് മനസ്സിലായി. ഓക്കെ, അപ്പോൾ അതാണ് ന്യൂക്ലിയസിനകത്ത് ഇലക്ട്രോൺ ഇരിക്കില്ല എന്നുള്ളതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത്.